ദേവൻ, ഈ ആലപ്പുഴയെ സംബന്ധിച്ച് ഈ കുട്ടനാടിലൊക്കെ വെള്ളം കയറി, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി എന്ന് പറയുന്നു. ഒപ്പം അതിനൊപ്പം തന്നെ മഴക്കെടുതികൾ പലയിടത്തുമുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇപ്പം പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവിലൊരു മഴ സാഹചര്യം? ഇപ്പോഴും മഴ തുടരുന്നുവെന്ന് ദേവനെ കാണുമ്പോൾ മനസ്സിലാകും. സെരു, ഇന്നലെ രാവിലെ മുതൽ തന്നെ ജില്ലയിൽ കനത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ രാവിലെ മുതൽ കനത്ത മഴ ലഭ്യമായതോടുകൂടി തന്നെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ, കുട്ടനാട് അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ കാലവർഷം അടുക്കുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളെങ്കിൽ കൂടിയും ഈ വർഷം കാലവർഷം നേരത്തെ ആയതോടുകൂടി തന്നെയും ഒപ്പം തന്നെ മഴ ശക്തമായതും ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് നേരത്തെ തന്നെ എത്തി എന്നുള്ളതാണ് ഈ ആളുകൾ പറയുന്നതും. ഇവിടെ ഇന്നലെ ഏകദേശം കുട്ടനാട് താലൂക്കിലായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ ഇവിടെ നിന്നുള്ള ഏകദേശം 15ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അമ്പലപ്പുഴയിലും ഇത്തരത്തിൽ അമ്പലപ്പുഴ താലൂക്കിലും ഇത്തരത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 500ഓളം ആളുകളെ, 115ഓളം കുടുംബങ്ങളെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടനാട്ടിലെ മങ്കൊമ്പ്, തെക്കാട്ടുശ്ശേരി അടക്കമുള്ള റോഡുകൾ, ഒപ്പം തന്നെ മറ്റ് ഈ ഇടറോഡുകളിലെല്ലാം തന്നെ ഈ വെള്ളത്തോടുകൂടി തന്നെ ഗതാഗതം നിലച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കാവാലം ഇവിടെ നിന്നും തട്ടാശ്ശേരിയിലേക്ക് KSRTC ബസ്സാണ്. ഇത്തരത്തിലുള്ള ഈ ബസ്സുകൾ മാത്രമാണ് ഈ മേഖലയിൽ, ഈ ഉൾപ്രദേശങ്ങൾ, കുട്ടനാട്ടിലെ ഉൾമേഖലകളിലേക്ക് ഒരു ഗതാഗത സംവിധാനം ഉള്ളത്. എന്നാൽ ഈ വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നതോടുകൂടി തന്നെ ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ ഈ മേഖലകളിലേക്കുള്ള ഗതാഗതമെല്ലാം തന്നെ പൂർണ്ണമായും തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ ഇത്തരം മേഖലകളിലുള്ള ആളുകളെല്ലാം തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആളുകളെല്ലാം തന്നെ. അമ്മ, എവിടെ വീടമ്മ? ഇവിടെ വെള്ളം കയറി? വീട്ടിലേക്ക് വെള്ളം കയറിയോ? പിന്നെ തൂണിലാണ് വെച്ചിരിക്കുന്നത് പെര. പിന്നെ 18 വെള്ളത്തിന് ശേഷം തൂണിലാണ് പെര വെച്ചിരിക്കുന്നത്. പക്ഷേ വെള്ളമാണ് മാറിയോ? എല്ലാവരും വീട്ടിൽ നിന്ന് മാറിയോ? അതോ എല്ലാവരും ഉണ്ട് വീട്ടിൽ? ആരും മാറിയില്ല. മരങ്ങളൊക്കെ വീഴുന്നുണ്ട്. ദേവണ്ട മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ? മരങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മാവുണ്ടായിരുന്നു, അത് വീണുപോയി. അവപ്പടെ ദുരിതത്തിലാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പല ആളുകളും ഇത്തരത്തിൽ ഇവിടെ മുൻപ് തന്നെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഈ കുറച്ചുകൂടി കാത്തിനു ശേഷം, ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനു ശേഷം ഈ ക്യാമ്പുകളിലേക്ക് മാറാമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുമുണ്ട്. ഈ കുട്ടനാട്ടിൽ ഈ പ്രളയജലം ഒഴുകിയെത്തുന്നത്, ഒപ്പം തന്നെ ഈ പമ്പ, മണിമലയാർ, ഒപ്പം തന്നെ അച്ചൻകോവിലാർ, ഈ മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴ ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ കുട്ടനാട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. ഈ പ്രളയജലം ഒഴുകിയെത്തുന്നത് കടലിലേക്ക് മാറ്റാനായി തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളി പൊഴി മുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കടലിലേക്കുള്ള ജലത്തിന്റെ നീരൊഴുക്ക് കുറവാണെന്നാണ് ഒരു ആക്ഷേപം ഉയരുന്നത്. അതിന്റെ വീതി കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രിയിലും തോട്ടപ്പള്ളിയിൽ രാത്രിയിലും എല്ലാം തന്നെ JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പൊഴിയുടെ ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ KCBയുടെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെയും എല്ലാം തന്നെ അധികൃതർ ഈ മേഖലകളിലെല്ലാം തന്നെ എത്തുന്നുണ്ട്. പല മേഖലകളിലും കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതിയും ലഭിക്കുന്നില്ല. ഏതായാലും ആളുകളെല്ലാം തന്നെ ഒരു വലിയ ദുരിതത്തിലേക്കാണ് കടക്കുന്നത്. ഇനി കാലവർഷം ശക്തമാകുമെന്നുള്ളൊരു അറിയിപ്പാണ് വരുന്നതും. അടുത്ത ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നതിനുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ഇന്ന് ജില്ലയിൽ ഏതായാലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകുന്ന, ഒപ്പം തന്നെ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടി ശക്തമായി കഴിഞ്ഞാൽ കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവുകയും ഒരുപക്ഷെ മുൻവർഷങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ തന്നെ വലിയ രീതിയിൽ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമായിരിക്കും. സേതു, തീർച്ചയായും ദേവൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. ആൾക്കാരുടെയൊക്കെ മുട്ടോളം വെള്ളമാണ് റോഡിലൊക്കെ കയറി കിടക്കുന്നത്. നദികളിലേക്ക് ജലനിരപ്പ് ഉയരുന്നു. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ദേവൻ.